വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓട്ടത്തില് നമ്മുടെ ഹെൽത്ത് മറക്കാൻ പാടില്ല. ഞാൻ ഇത് എടുക്കാനുള്ള റീസൺ പറയാം. 1 hour ചാർട്ടിൽ കൺസിഡർ ചെയ്ത ഒരു ഏരിയ എന്ന് പറഞ്ഞത് ഇവിടെ ഒരു FEG ആയിരിക്കുന്നുണ്ട് അല്ലേ. കാരണം ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഷിഫ്റ്റ് സംഭവിച്ചതിന് ശേഷം ഇവിടെ ഒരു FEG ഉണ്ട്. പ്രൈസ് ഈ ഒരു ഏരിയ ലക്ഷ്യം വെച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ്. 15 മിനിറ്റ്സിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നുണ്ട്. ശേഷം പ്രൈസ് ഒരു നല്ലൊരു ബുള്ളിഷ് ബോഡിയോട് കൂടിയിട്ടുള്ള ഒരു മൂവ്മെന്റ് സംഭവിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു നല്ല രീതിക്കുള്ള ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻട്രിക്ക് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു FEGയുടെ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. അതിന് എസ്സിൽ വരുന്നത് നമ്മുടെ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നതിൻ്റെ താഴെയായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ എൻ്റെ ടാർഗറ്റ് വരുന്നത് അത്യാവശ്യം ലിക്വിഡിറ്റി ഇരിക്കുന്ന ഏരിയ ആണ്. അപ്പോൾ ഒരു ഡ്രോൺ ലിക്വിഡിറ്റി ഉണ്ട്. 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. ട്രേഡ് എടുത്തതിന് ശേഷം ചാർട്ടിന് മുന്നിൽ കുത്തിയിരുന്ന് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ നേരെ പുറത്തിറങ്ങിയിട്ടുണ്ട്. നേരെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ട്രേഡിൻ്റെ സ്റ്റാറ്റസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മുടെ ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സോ നമ്മുടെ ട്രേഡ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള 1 hour FEGയിലാണ് കിടക്കുന്നത്. ഇവിടുന്ന് എല്ലാം ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടാണ് പ്രൈസ് മേലോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ബൈ.